സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ത്രയോദശോധ്യായഃ. ഭാഗവതം ദശമസ്കന്ധത്തിൽ 13-ാം അധ്യായമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 32 ശ്ലോകങ്ങൾ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപന്മാരെയും മറച്ചു. അപ്പോൾ ഭഗവാൻ സ്വയം പശുക്കുട്ടികളും ഗോപന്മാരുമായി മാറി. ഇത് ബലരാമൻ അറിയുന്നത് 1 വർഷം തികയാൻ 5-6 ദിവസം ഉള്ളപ്പോൾ മാത്രമാണ്. വനത്തിൽ ബലരാമൻ കണ്ട വിവിധ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആശ്ചര്യങ്ങൾ, അതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിലും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഇന്നും ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതായത് പശുക്കൾക്ക് പശുക്കുട്ടികളോടുള്ള സ്നേഹം വർദ്ധിച്ചു, അതുപോലെ ഗോപന്മാർക്ക് ഗോപക്കുട്ടികളോടുള്ള സ്നേഹവും വർദ്ധിച്ചു. അപ്പോൾ ഇത് കണ്ട് മോഹിച്ച് ആദ്യം പോയെങ്കിലും ബലരാമൻ പിന്നീട് മനസ്സിലാക്കി ഇത് ഭഗവാൻ കൃഷ്ണന്റെ മായ തന്നെയാണ് എന്ന് മനസ്സിലാക്കി. പിന്നെ അത് കഴിഞ്ഞ് ബ്രഹ്മാവിനുണ്ടായ മോഹം പറയുന്നു. ഇപ്പൊ ബ്രഹ്മാവ് പശുക്കുട്ടികളെ മറച്ചു കഴിഞ്ഞിട്ട് 1 കൊല്ലം തികഞ്ഞപ്പോൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ബ്രഹ്മാവ് മറച്ച പശുക്കുട്ടികളെല്ലാം അതേപോലെ അവിടെയുണ്ട്. കൃഷ്ണൻ പശുക്കളെയൊക്കെ മേയിച്ചുകൊണ്ടിരിക്കുന്നു, ഗോപക്കുട്ടികളെല്ലാം പശുക്കുട്ടികളെ മേയ്ക്കുന്നു. ഇതെല്ലാം കണ്ട് ബ്രഹ്മാവ് മായയിൽ മോഹിച്ചു നിന്നുപോയി. ബ്രഹ്മാവ് ആകെ വിഷമിച്ചു നിന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ വൈഷ്ണവ രൂപം ബ്രഹ്മാവിന് കാട്ടിക്കൊടുക്കുന്നു. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. നമുക്കിനി ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോകം 33. ഓം നമോ ഭഗവതേ വാസുദേവായ. തദീക്ഷണോത്പ്രേമരസാപ്ലുതാശയ ജാതാനുരാഗാഗതമന്യവോർഭഗാൻ ഉദുഹ്യതോർഭി പരിരഭ്യമൂർധിനി ക്രാണൈറവാപു പരമാമുദം തേ. പദച്ഛേദം. തത് ഈക്ഷണ ഉത്പ്രേമരസാപ്ലുതാശയ. തത് ഈക്ഷണോത്പ്രേമരസ ആപ്ലുതാശയ ജാതാനുരാഗാം ഗതമന്യവഃ അർഭകാൻ ഉദുഹ്യ ദോർഭിഃ പരിരഭ്യ മൂർധനി ക്രാണൈഃ അവാപുഃ പരമാം മുദം തേ. തദീക്ഷണോത്പ്രേമരസാപ്ലുതാശയ. അപ്പോൾ നാം പഠിച്ചുകൊണ്ടിരുന്ന എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ? പശുക്കളെ പരിപാലിക്കുന്ന ഗോപന്മാർ പശുക്കളെ തടഞ്ഞു നിർത്താൻ നോക്കിയെങ്കിലും അവ എന്ത് ചെയ്തു? അവരെയൊക്കെ തട്ടിമാറ്റി അവ വേഗത്തിൽ കുതിച്ച് പശുക്കുട്ടികളുടെ അടുത്തേക്ക് വന്നു. അപ്പൊ അവർക്ക് എന്താണ്? ഗോപന്മാർക്ക് ദേഷ്യമുണ്ടായി. പക്ഷേ അവിടെ എന്താണ്? അവരുടെ ഈക്ഷണം നിമിത്തം ഉദ്ഗതമായ പ്രേമരസത്താൽ ആപ്ലുതമായ ആശയോടുകൂടിയവർ, ജാതാനുരാഗമുണ്ടായ അനുരാഗത്തോടു കൂടിയവരായി. അതായത് അവരവിടെ വന്നപ്പോൾ, പശുവിന്റെ പിറകെ ഓടി വന്നപ്പോൾ കണ്ടത് എന്താണ്? തങ്ങളുടെ മക്കളെ അവർ കണ്ടു, ഗോപക്കുട്ടികളെയും കണ്ടു. പശുക്കുട്ടികളോടൊപ്പം ഗോപക്കുട്ടികളും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഗോപക്കുട്ടികളെ കണ്ടപ്പോൾ അവർക്ക് പ്രേമം ഒഴുകി, അല്ലെങ്കിൽ സ്നേഹ ആധിക്യം ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു? അവർ ഗതമന്യവ എന്ന് വെച്ചാൽ ക്രോധം ശമിച്ചവരായി. അർഭകാൻ കുട്ടികളെ ഉദുഹ്യ വാരിയെടുത്ത് ദോർഭികി കൈകൾ കൊണ്ട് പരിരഭ്യ ആലിംഗനം ചെയ്തിട്ട് മൂർധനി മൂർധാവിൽ ക്രാണൈഹി ക്രാണങ്ങളെ കൊണ്ട് പരമാം ഉത്കൃഷ്ടമായ മുദം സന്തോഷത്തെ അവർ അവാപു പ്രാപിച്ചു. അപ്പോൾ ഗോപന്മാർ പശുക്കൾ ഓടിയപ്പോൾ അവർക്ക് ദേഷ്യം തോന്നിയെങ്കിലും തങ്ങളുടെ കുട്ടികളെ കണ്ടപ്പോൾ അതിനു മുമ്പില്ലാത്ത സ്നേഹം അവർക്ക് ഉണ്ടായി. അപ്പോൾ അവരുടെ പ്രേമരൂപമായ അമൃതത്തിൽ ഗോപന്മാരുടെ ഹൃദയം മുങ്ങിപ്പോയതിനാൽ
പുത്രന്മാരിൽ അത്യന്തം അനുരാഗമുള്ളവരായതുകൊണ്ട് അവരുടെ ദേഷ്യമെല്ലാം ശമിച്ചു. മാത്രമല്ല, കുട്ടികളെ വാരിയെടുത്ത് കൈകൾ കൊണ്ട് മാറ തണച്ച് ശിരസിൽ ചുംബിച്ചുകൊണ്ട് പരമമായ സന്തോഷം അവർ പ്രകടിപ്പിച്ചു. തദീക്ഷണോത്പ്രേമരസാപ്ലുതാശയ ജാതാനുരാഗഗതമന്യവോർഭഗാൻ ഉദുഹ്യതോർഭി പരിരഭ്യമൂർധിനി ക്രാണൈറവാഭോ പരമാമുദം ദേ. ശ്ലോകം 34. തതപ്രവയസോ ഗോപാ സ്തോകാശ്ലേഷ സുനിർവൃതാഃ കൃഷ്ണാശനൈർ അപഗതാ സ്തദനോ സ്മൃത്യ ഉദശ്രവഃ. തതഃ പ്രവയസഃ ഗോപാഃ തോകാശ്ലേഷ സുനിർവൃതാഃ കൃഷ്ണാത് ശനൈഹി. കൃഷ്ണാത് ശനൈ എന്നുണ്ട്, അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കൃഷ്ണാത് പ്ലസ് ശനൈഹി അപഗത തദനുസ്മൃത്യ അനുസ്മൃത്യ ഉദശ്രവഃ. അനുസ്മൃത്യ ഉദശ്രവഃ. തതഃ അനന്തരം, അല്ലെങ്കിൽ അവിടെ നിന്ന് തതഃ അവിടെ നിന്ന് പ്രവയസോ. പ്രവയസ് എന്ന് വെച്ചാൽ അധികം വയസ്സ് ആയ ഗോപാഹ ഗോപന്മാർ തോകാശ്ലേഷ സുനിർവൃത ബാലകന്മാരെ ആലിംഗനം ചെയ്തുകൊണ്ട് ഏറ്റവും നിർവൃതിയെ പ്രാപിച്ചു. അതുവരെ ഇല്ലാത്ത നിർവൃതി അവർ പ്രാപിച്ചു. കാരണം എന്താണ്? ഈ കുട്ടികൾ ആരാണ്? സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് അവർ അതുവരെ ഇല്ലാത്ത നിർവൃതിയെ അല്ലെങ്കിൽ സന്തോഷത്തെ അവർ പ്രാപിച്ചു. തദനുസ്മൃത്യ ഉദശ്രവഃ. അവരുടെ സ്മൃതിയിൽ നിന്ന് ഉത്ഭവിച്ച അശ്രുക്കളോട് കൂടിയവരായിട്ട് അവർക്ക് ആനന്ദാശ്രുക്കൾ ഉണ്ടായി. കൃച്ഛ്ര പ്രയാസപ്പെട്ട് തതഃ അവിടെ നിന്നും ശനൈഹി മെല്ലെ മെല്ലെ അപഗത അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് അവർ മടങ്ങിപ്പോയി. അപ്പോൾ വയസ്സന്മാരായ ഗോപന്മാർ പുത്രന്മാരെ ആലിംഗനം ചെയ്ത് പരമാനന്ദത്തെ പ്രാപിച്ചു. കാരണം പുത്രരായിരിക്കുന്നത് ഇപ്പോൾ സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപൻ തന്നെയാണ്. ഇതുവരെ പുത്രന്മാരെ കാണാത്തതിനെ കുറിച്ച് ആലോചിച്ച് അവരുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. എങ്കിലും ഒരുവിധം കഷ്ടപ്പെട്ട് ആ സ്ഥലത്ത് നിന്നവർ മടങ്ങിപ്പോയി. തതപ്രവയസോ ഗോപാ സ്തോകാശ്ലേഷസു നിർവൃതാഃ കൃഷ്ണാശനൈരപഗത തദനുസ്മൃത്യ ഉദശ്രവഃ. ശ്ലോകം 35. പ്രജസ്യ രാമ പ്രേമർത്ഥേർ വീക്ഷ്യ ഉത്കണ്ഠ്യമനുക്ഷണം മുക്തസ്തനേഷു അപത്യേഷു അപ്യ അഹേതുവിത് അചിന്തയത്. പദച്ഛേദം. പ്രജസ്യ രാമഃ പ്രേമർത്ഥേഃ വീക്ഷ്യ ഔത്കണ്ഠ്യം അനുക്ഷണം മുക്ത സ്തനേഷു അപത്യേഷു അഹേതുവിത് അചിന്തയത്. മുക്തസ്തനേഷു അതായത് മോചിക്കപ്പെട്ട സ്തനങ്ങളോടുകൂടിയ മുലകുടി മാറാത്ത കുട്ടികളെ കുറിച്ച് മാതാപിതാക്കൾക്ക് പ്രേമാതിശയം ഉണ്ടാകുന്ന സാധാരണയാണ്. പക്ഷേ ഇവരൊക്കെ ആണെങ്കിലോ പശുക്കുട്ടികളെ പാലിക്കുന്ന ഗോപകുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ മുലകുടി മാറിയവരായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ മുലകുടി മാറിയവരായിരുന്നു. അങ്ങനെ ഇരിക്കുന്നവരിൽ കൂടി വ്രജവാസികൾക്ക് ഈ വിധം സ്നേഹം വർദ്ധിച്ചു വന്നു. അതാണ് മോചിക്കപ്പെട്ട സ്തനങ്ങളോടുകൂടിയ അപത്യേഷു സന്താനങ്ങളും മുലകുടി മാറിയ സന്താനങ്ങളിലും വ്രജത്തിന്റെ പ്രേമർത്ഥേ സ്നേഹാധിക്യത്തിന്റെ അനുക്ഷണം ക്ഷണം തോറുമുള്ള ഔത്കണ്ഠ്യം ഉത്സുകഭാവത്തെ രാമൻ വീക്ഷ്യ കണ്ടിട്ട് അഹേതുവിത് കാരണം അറിയാത്തവനായി അചിന്തയെ ചിന്തിച്ചു. അപ്പോൾ ബലരാമൻ വിചാരിച്ചു, ഇതെന്താണ് കാര്യം? ഇവർക്ക്
ഇത്രയും കുട്ടികളോട് ഇതുവരെ ഇല്ലാത്ത സ്നേഹം എങ്ങനെ ഉണ്ടായി? ഇതിന്റെ കാരണം എന്ത് എന്ന് ബലരാമൻ ചിന്തിക്കുന്നു. പ്രജസ്യ രാമ പ്രേമർത്ഥേർ വീക്ഷ ഉത്കണ്ഠ്യം അനുക്ഷണം മുക്തസ്തനേഷു അപത്യേഷു അപ്യഹേതുവിത് അചിന്തയത്. ശ്ലോകം 36. കിമേതദത്ഭുതമിവ വാസുദേവേഖിലാത്മനി വ്രജസ്യ സാത്മാന സ്തോകേഷു അപൂർവം പ്രേമ വർദ്ധതേ. കിം ഏതത് അത്ഭുതം ഇവ വാസുദേവേ അഖില ആത്മനി വ്രജസ്യ സ ആത്മന തോകേഷു അപൂർവം പ്രേമ വർദ്ധതേ. അഖിലാത്മനി സകല ജീവഭൂതന്മാരായിരിക്കുന്ന വാസുദേവേ ഇവ വാസുദേവനിൽ എന്ന പോലെ, അതായത് വാസുദേവനിൽ എത്ര പ്രേമമുണ്ടോ അതുപോലെ ഇവരും പ്രേമം കുട്ടികളോട് കാണിക്കുന്നു. ജീവസ്വരൂപനായിരിക്കുന്ന ഭഗവാനിൽ പരമപ്രേമം ഉണ്ടാകുന്നതിന് അതിശയമില്ല. പക്ഷേ ആ ഭഗവാനിലുള്ള പ്രേമം പോലെ ഈ കുട്ടികളിൽ അവർ പ്രേമം കാണിക്കുന്നു. അതിന് കാരണം എന്താണ്? വാസുദേവേവ വാസുദേവനിൽ എന്ന പോലെ സാത്മനഹ വ്രജസ്യ എന്നോടുകൂടിയ വ്രജത്തിന് തോകേഷു കുട്ടികളിൽ അപൂർവം മുമ്പ് ഇല്ലാത്ത പ്രേമം സ്നേഹം വർദ്ധിക്കുന്നു. മുമ്പൊന്നും ഇല്ലാത്ത സ്നേഹം വ്രജവാസികൾക്ക് കുട്ടികളിൽ ഉണ്ടാകുന്നു. ഇത് അത്ഭുതം കിം, എന്ത് ആശ്ചര്യമാണ്, എന്താണ് ഇതിന് കാരണം എന്ന് ബലരാമൻ ചിന്തിക്കുകയാണ്. കിമേതദത്ഭുതമിവ വാസുദേവേ കിലാത്മനി വ്രജസ്യ സാത്മാന സ്തോകേഷു അപൂർവ പ്രേമ വർദ്ധതേ. ശ്ലോകം 37. കേയം വാ കുത ആയാത ദൈവീ വാ നാര് ഉദാസുരി പ്രായോ മായാസ്തു മേ ഭർത്തോ നാന്യാ മേ വിമോഹിനി. കേയം ക ഇയം വാ കുതഃ ആയാത ദൈവീ വാ നാരി ഉദ അസുരി നാരി വാ ഉദ ആസുരി പ്രായഃ മായാ തു മേ ഭർതൃ ന അന്യ ഭർതൃഹു ന അന്യ മേ അപി വിമോഹിനി. കാ ഇയം വാ, ഇയം കാ വാ, ഇതെന്താണ്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കുതഹ, എവിടെ നിന്ന്, ആയാത, എവിടെ നിന്ന് ഇങ്ങനെയുള്ള സ്നേഹം വന്നതാണ്? അതായത് ഇതിന് കാരണം ആരോ മായ പ്രയോഗിച്ചതാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ദൈവീവ, ദേവപ്രയുക്തമാണോ? വല്ല ദേവതകളും ആണോ ഇങ്ങനത്തെ വേലകളൊക്കെ കാണിക്കുന്നത്? മായ സൃഷ്ടിച്ചത് ആരാണ്? ഗോപന്മാർ ഉപാസിക്കുന്ന ഇഷ്ടദേവതകൾ അവരുടെ അന്ധകരണത്തിൽ കടത്തിയ മായയാണോ ഇത്? അതാണ് ദൈവീ വാ. അപ്പോൾ ദേവതകൾ ഉണ്ടാക്കിയ മായയാണോ? നാരീവ, അതോ മനുഷ്യന്മാരാരെങ്കിലുമാണോ? മന്ത്രദൃഷ്ടാക്കളായ മുനിമാര് ആരെങ്കിലും മായ ഇതുപോലെ പ്രയോഗിച്ചതാണോ? ഉദാ ആസുരി, ഇനി കംസനയച്ച അസുരന്മാർ പ്രയോഗിച്ച മായ വല്ലതുമാണോ ഇത്? പ്രായേണ മേ, എൻ്റെ ഭർത്തൃഹു സ്വാമിയുടെ മായാശക്തി വിശേഷം, ഇനി എൻ്റെ സ്വാമിയുടെ കൃഷ്ണന്റെ ശക്തിവിശേഷമാണോ? ഇപ്പൊ ബലരാമൻ ജ്യേഷ്ഠനമാണെങ്കിലും ബലരാമൻ ആരാണ്? ആദിശേഷനാണ്. ഭഗവാന്റെ അംശമാണ് ആദിശേഷൻ, അല്ലെ? ആദിശേഷന്റെ അംശമാണ് ബലരാമൻ. അപ്പൊ ഭഗവാൻ പള്ളി കൊള്ളുന്നത് ആദിശേഷന്റെ പുറത്താണ്. അപ്പൊ ആദിശേഷന്റെ നാഥൻ ആരാണ്? ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്, വിഷ്ണു തന്നെയാണ്. അപ്പൊ അങ്ങനെ എൻ്റെ നാഥന്റെ മായാവിശേഷ ശക്തിവിശേഷമാണോ? അസ്തു, ആയിരിക്കാം. അന്യമായിട്ടൊന്നും അല്ല. ഇതൊക്കെ ആര് ചിന്തിക്കുന്നതാണ്? ബലരാമൻ ചിന്തിക്കുന്നതാണ്. മേ ബി, എനിക്കും വിമോഹിനി, മോഹകാരിണിയായിരിക്കുന്നു. ഞാനും എന്തോ ഭഗവാന്റെ അല്ലെങ്കിൽ എൻ്റെ നാഥന്റെ മായയിൽ
മോഹിച്ചു പോയിരിക്കുകയാണ് എന്ന് ബലരാമൻ ചിന്തിക്കുന്നു. കേയം വാ കുതായാത ദേവീ വാ നാരി ഉദാസുരി പ്രായോ മായാസ്തു മേ ഭർത്തൃ ജ്ഞാന്യാമേ വിമോഹിനി. ശ്ലോകം 38. ഇതി സഞ്ചിന്യ ദാശാർഹോ വത്സാൻ സ വയസാനപി സർവാനാജഷ്ട വൈകുണ്ഠം ചക്ഷുഷാ വയുനേന സാ. ഇതി സഞ്ചിന്യ ദാശാർഹഃ വത്സാൻ സ വയസാൻ അപി സർവാൻ ആചഷ്ട വൈകുണ്ഠം ചക്ഷുഷാ വയുനേന സഹ. സഹ ദാശാർഹ, ആ ബലരാമൻ ഇതി ഇപ്രകാരം സഞ്ചിന്യ നന്നായി ചിന്തിച്ചു. ഇങ്ങനെ ചിന്തിച്ചു, ഇത് ആരുടെ മായയാണ്? വല്ല ദേവതകളുടെ മായയാണോ? അതാ ഋഷികളുടെ മായയാണോ? അതാ വല്ല കംസനയച്ച അസുരന്മാരുടെ മായയാണോ? ഇതൊന്നും അല്ല, ഭഗവാന്റെ മായ തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. സഞ്ചിന്യ നന്നായി ആലോചിച്ചിട്ട് വത്സാൻ പശുക്കുട്ടികളെയും സവയസാനബി സമാന പ്രായമുള്ള ഗോപകുമാരന്മാരെയും സർവാനബി എല്ലാവരെയും വയുനേന ജ്ഞാനമായിരിക്കുന്ന ചക്ഷുഷ കണ്ണുകൾ കൊണ്ട് വൈകുണ്ഠം ശ്രീകൃഷ്ണനായിട്ട് ആചഷ്ട, എന്നിട്ട് ആ ഭഗവാന്റെ മായ തന്നെ ആയിരിക്കും എന്ന് ആർക്ക്? ബലരാമന് തോന്നി. അപ്പോൾ ജ്ഞാനോദയം ഉദിച്ചു. അങ്ങനെ ജ്ഞാനം ഉള്ളിലുണ്ടായപ്പോൾ എല്ലാം നോക്കിയപ്പോൾ എന്താണ്? എല്ലാം പശുക്കുട്ടികളും ഗോപക്കുട്ടികളും എല്ലാം വൈകുണ്ഠ സാക്ഷാൽ വൈകുണ്ഠനാഥൻ ആയിട്ട് കാണപ്പെട്ടിരിക്കുന്നു. അതായത് പുറമേയുള്ള കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാകില്ല. അകക്കണ്ണുകൊണ്ട്, ജ്ഞാനക്കണ്ണുകൾ കൊണ്ട് നോക്കിയപ്പോൾ ആ ഭഗവാൻ പ്രകാശിച്ചു. അപ്പോൾ ആ ബലരാമന് മനസ്സിലായി, ഇത് ആരാണ്? ഇത് സാക്ഷാൽ സ്വാമിയുടെ വേല തന്നെയാണ്. ഇവരെല്ലാം ആ വൈകുണ്ഠവാസികളായിട്ടാണ് കാണപ്പെട്ടത്. അങ്ങനെ പരമാർത്ഥ ജ്ഞാനം ഉണ്ടായി. ഇതി സഞ്ചിന്യ ദാശാർഹോ വത്സാൻ സ വയസാനബി സർവാനാജഷ്ട വൈകുണ്ഠം ചക്ഷുഷാ വയുനേന സഹാം. ശ്ലോകം 39. നൈതേ സുരേശായ ഋഷയോ ന ചൈതേ ത്വമേവ ഭാസീശ ഭിദാശ്രയേഭി സർവം പൃഥക്ത്വം നിഗമാത് കഥം വദേ. ഉക്തേന വൃത്തം പ്രഭുണ ബലോ അവൈദ് ന ഏതേ സുരേശ ഋഷയഃ ന ച ഏതേ ത്വം ഏവ ഭാസി ഈശ ഭിദ ആശ്രയേ അപി സർവം പൃഥക്ത്വം നിഗമാത് കഥം വദ ഇതി. അതാണ് വദേത്യുക്തേന, വദേത്യുക്തേന, വദേ വദ ഇതി ഉക്തേന. വൃത്തം പ്രഭുണ ബലഹ അവൈത്. ഏത് ഇവർ സുരേശ ദേവശ്രേഷ്ഠന്മാർ, ന അല്ല. അപ്പോ ഈ ഗോപന്മാരെല്ലാം ദേവാംശരാണ്. ദേവന്മാർ ഭഗവാൻ അവതരിച്ചപ്പോൾ ഈ ഗോപന്മാരൊക്കെ എന്താണ്? ഇവിടെ ദേവന്മാരെല്ലാം ഗോപന്മാരായി വന്നു പിറന്നതാണ്. അപ്പൊ ഇവരെല്ലാം ദേവാംശരാണെന്നും, ഇനി ഈ പശുക്കളാരാണ്? ഋഷികളുടെ അംശമാണ് എന്നും ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു എന്ന് ബലരാമൻ ചിന്തിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ലെന്ന് സ്പഷ്ടമായി അറിഞ്ഞു. ഇവർ സുരേശ ദേവശ്രേഷ്ഠന്മാർ അല്ല. ഏതേ ഇവർ ഋഷികളും ന അല്ല. പിതാശ്രയേപി ഭേദാസ്പദത്തിലും ത്വമേവ അങ്ങ് തന്നെ. രണ്ടും ഇവർക്ക് ഒരു ഭേദവുമില്ല, എല്ലാം അങ്ങ് തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. ഭാസി ഭഗവാൻ അങ്ങ് തന്നെയായി ശോഭിക്കുന്നു. ഈശ ഹേ ഈശ്വര കഥം എങ്ങനെയെന്ന് സർവം വൃത്തം മുഴുവൻ കഥയും പൃഥക് വേർതിരിച്ച് നിഗമാത് സംക്ഷേപമായിട്ട് ത്വം അങ്ങ് വധ പറഞ്ഞാലും. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മായ തന്നെയാണിത്, അല്ലാതെ ഇത്
ഇവര് ദേവന്മാർ ഋഷികളൊന്നുമല്ല, അതുകൊണ്ട് അങ്ങ് ശരിക്കുള്ള കാര്യം എനിക്ക് പറഞ്ഞു തന്നാലും ഇതി ഉക്തേന വധ പറഞ്ഞാലും ഇതി എന്ന് ഉക്തേന പറയപ്പെട്ട പ്രഭു നിമിത്തം ബലൻ അവൈത് അറിഞ്ഞു. അപ്പോൾ ഭഗവാനോട് തന്നെ പറഞ്ഞു, ഹേ ഈശ്വര, ഈ കാണപ്പെടുന്നതൊക്കെ അങ്ങായിട്ട് പ്രകാശിക്കുന്നു, ഇതിന്റെ പരമാർത്ഥം എന്താണെന്ന് വേർതിരിച്ച് സംക്ഷേപിച്ച് അരുളി ചെയ്യണം എന്ന് ബലഭദ്രൻ ചോദിച്ചപ്പോൾ ബ്രഹ്മാവിന്റെ പ്രവൃത്തി മുതൽക്ക് ഇതുവരെയുള്ള സകല വൃത്താന്തങ്ങളും കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു. അതാണ് ഇവിടെ എന്ന് ഉക്തേന പറയപ്പെട്ട പ്രഭു നിമിത്തം ബലവൻ അവ ഇതറിഞ്ഞു. അപ്പൊ ഭഗവാൻ എല്ലാ കാര്യങ്ങളും ബലരാമനോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതുവരെ ജ്യേഷ്ഠനെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇപ്പോഴാണ് പരമാർത്ഥ തത്വം മനസ്സിലായത്. അപ്പോൾ ആ ബലരാമൻ തൻ്റെ തത്വം അറിയണമെന്നുള്ള കാരുണ്യ നിമിത്തം ഭഗവാൻ ബലരാമന് എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ അന്ധകരണ നൈർമല്യ നിമിത്തം വസ്തുതത്വം സാമാന്യമായി അറിയപ്പെടുമെങ്കിലും സദ്ഗുരുവിൻ്റെ കാരുണ്യമുണ്ടാകുമ്പോൾ മാത്രമേ പരമാർത്ഥ ജ്ഞാന ആനന്ദം അനുഭവിക്കാൻ ഇടവരികയുള്ളൂ. അന്ധകരണം ശുദ്ധമാകുമ്പോൾ സർവേശ്വരൻ തന്നെ ഗുരുസ്വരൂപനായിട്ട് വരുന്നു. അപ്പൊ ഇവിടെ ആ ബലരാമൻ ആദ്യം മോഹമുണ്ടായെങ്കിലും പിന്നെ ഭഗവാനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് ധ്യാനിച്ചപ്പോൾ ഭഗവാൻ അന്ധകരണത്തിൽ എല്ലാം ബലരാമനായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ബലരാമന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നൈതേ സുരേശ ഋഷയോ ന ചൈതേ ത്വമേവ പാസീശ പിതാശ്രയേഭി സർവം പൃഥക്ത്വം നിഗമാത് കഥം വദേത്യുക്തേന വൃത്തം പ്രഭുണാ ബലോവൈത്. ശ്ലോകം 40. ശ്ലോകം 40. താവദേത്യാത്മഭൂർ ആത്മമാനേന തൃപ്ത്യനേഹസ പുരോവതപ്തം ക്രീഡന്തം ദദൃശേ സകലം ഹരിം. താവത് ഏത്യ ആത്മഭൂഹു ആത്മമാനേന ത്രുടി അനേഹസ പുരോവത് അപ്തം ക്രീഡന്തം ദദൃശേ സകലം ഹരിം. അപ്പോൾ ബലരാമന്റെ സമ്മോഹം പറഞ്ഞു. ഇവിടെ ബലരാമൻ മായയിൽപ്പെട്ട് എങ്ങനെയാണ് മോഹിച്ചത്, അവസാനം ബലരാമന് ജ്ഞാനോദയമുണ്ടായി. ഇനി അടുത്ത് ബ്രഹ്മാവിന്റെ മോഹമാണ് പറയുന്നത്. താവത് അപ്പോൾ ആത്മഭൂഹു ബ്രഹ്മാവ് ആത്മമാനേന തന്റെ സമയക്കണക്ക് പ്രകാരം അനേഹസ ത്രുടി മാത്രം കാലത്ത്, ത്രുടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ അളവാണ് ത്രുടി, സമയത്തിന്റെ ഏറ്റവും ചെറിയ അളവാണ് ത്രുടി, ഒരു നിമിഷം പോലുമില്ല. അതായത് 30 ഏറ്റവും ചെറിയ അളവ് അല്പം എന്നാണ്. 30 അല്പമാണ് ഒരു ത്രുടി എന്ന് പറയുന്നത്. 30 ത്രുടി എന്ന് പറയുന്നത് ഒരു കല, 30 കല ഒരു കാഷ്ട അല്ലെങ്കിൽ ഒരു നിമിഷം. അപ്പോൾ ഒരു നിമിഷം പോലുമില്ല. ബ്രഹ്മാവിന്റെ ഒരു നിമിഷകാലം പോലുമില്ല. കാരണം എന്താണ്? ബ്രഹ്മാവിന്റെ ഒരു പകലെന്ന് പറയുന്നത് തന്നെ 1000 ചതുർയുഗമാണ്. 1000 ചതുർയുഗം. ഒരു ചതുർയുഗം എന്ന് പറഞ്ഞാൽ 12,000 ഗുണം 360 ഗുണം 1000 ചതുർയുഗമാണ് ബ്രഹ്മാവിന്റെ ഒരു പകൽ. അപ്പോ എത്രയായിരിക്കും ആ ഒരു നിമിഷം? അല്പസമയം, ഒരു കണ്ണടച്ച് തുറക്കണ സമയം പോലുമില്ല. അപ്പോൾ അങ്ങനെ ബ്രഹ്മാവ് ആത്മമാനേന തന്റെ സമയക്കണക്ക് പ്രകാരം അനേഹസ ത്രുടി മാത്ര കാലത്തിൽ ഏത്യ പ്രാപിച്ചിട്ട് പുരോവത് മുമ്പത്തെ പോലെ അബ്ദം ഒരു കൊല്ലം ക്രീഡന്തം കളിച്ചുകൊണ്ടും സകലം എല്ലാമായിരിക്കുന്ന ഹരി കൃഷ്ണനെ ദദൃശേ കണ്ടു. അപ്പൊ ബ്രഹ്മാവ് മറച്ചിട്ട് അല്പസമയം കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? ഒരു കൊല്ലം ഇവിടെ തികഞ്ഞിരിക്കുന്നു. അപ്പൊ ബ്രഹ്മാവിന്റെ സമയപ്രകാരം ഒരു ത്രുടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ.
അപ്പോൾ താൻ മറച്ചു വെച്ച ആ പശുക്കുട്ടികളും അതുപോലെ ഗോപകുട്ടികളും എല്ലാം ഇതാ കൃഷ്ണനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബ്രഹ്മാവ് കണ്ടത്. താവതേത്യാത്മഭൂർ ആത്മമാനേന തൃപ്ത്യനേഹസ പുരോവതപ്തം ക്രീഡന്തം ദദൃശേ സകലം ഹരിം. ശ്ലോകം 41. യാവന്തോ ഗോകുലേ ബാല സവത്സ സർവ ഏവ ഹി മായാശയേ ശയാനാമേ നാദ്യാവി പുനരുദ്ധിതാഃ. യാവന്തഃ ഗോകുലേ ബാലാഃ സവത്സാഃ സർവ ഏവ ഹി മായാശയേ ശയാന മേ ന അദ്യ അപി പുനഃ ഉത്ഥിതാഃ. ഗോകുലെ വ്രജത്തിൽ ഗോകുലത്തിൽ യാവന്തഃ എത്ര സവത്സാഹ പശുക്കുട്ടികളോടുകൂടിയ ബാലാഹ ഗോപന്മാരുണ്ടോ സർവേ ഏവ എല്ലാ പേരും എത്ര പശുക്കുട്ടികളുണ്ടോ എത്ര ഗോപന്മാരുണ്ടോ അവരെല്ലാ പേരും മേ എൻ്റെ മായാശയെ മായാതൽപ്പത്തിൽ ശയാന കിടക്കുന്നവരായിട്ട് അദ്യാപി ഇപ്പോഴും ന പുനരുദ്ധിത എഴുന്നേറ്റ് ഇട്ടിട്ടില്ല ഹി നിശ്ചയം. അപ്പൊ ബ്രഹ്മാവ് ആലോചിക്കുകയാണ്, ഞാൻ മറച്ചു വെച്ച പശുക്കുട്ടികൾ, ഇവിടെ ഉണ്ടായിരുന്ന പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും എല്ലാം ഞാൻ മറച്ചു വെച്ചു. അവ ഇപ്പോഴും എൻ്റെ മായയിൽ മോഹിച്ച് കിടപ്പാണ്, അവരാരും എഴുന്നേറ്റിട്ടില്ല. പിന്നെ ഇവിടെ എങ്ങനെയാണ് ഇത്രയും പശുക്കുട്ടികളും ഗോപക്കുട്ടികളും കൃഷ്ണനോടൊപ്പം കളിക്കുന്നത് എന്ന് ബ്രഹ്മാവ് അതിശയിക്കുകയാണ്. യാവന്തോ ഗോകുലേ ബാല സവത്സ സർവ ഏവ ഹി മായാശയേ ശയാനാമേ നാദ്യാപി പുനരുദ്ധിതാഃ. ശ്ലോകം 42. ഇതയേതേത്ര കുത്രത്യ മന്മായാ മോഹിതേതരേ താവന്ത ഏവ തത്രാപ്തം ക്രീഡന്തോ വിഷ്ണുനാ സമം. ഇതഃ ഏതേ അത്ര കുതത്യ മൻ മായാ മോഹിത ഇതരേ താവന്ത ഏവ തത്ര ആബ്ദം ക്രീഡന്തഃ വിഷ്ണുനാ സമം. ഏത് ഇവർ ഇതഹ ഇവിടത്തിൽ തന്നെ ഉണ്ട്. അപ്പം ഞാൻ മറച്ചു വെച്ച പശുക്കുട്ടികൾ അവിടെ തന്നെ കിടപ്പുണ്ട്, പക്ഷെ ഇവരിതാ ഇവിടെ നിൽക്കുന്നു. മന്മായ മോഹിത ഇതരെ എൻ്റെ മായയാൽ മോഹിക്കപ്പെട്ടവരിൽ നിന്ന് ഇതരന്മാരായിരിക്കുന്നവരും. അപ്പം ഞാൻ മായയിൽ കൊണ്ടുപോയവരല്ല ഇവരൊന്നും, ഇവർ മറ്റുള്ളവരാണ്. താവന്തായേവ അത്ര തന്നെ തത്ര അവിടത്തിൽ ആബ്ദ വർഷപര്യന്തം വിഷ്ണുനാ സമം വിഷ്ണുവിനോടുകൂടി ക്രീഡന്ത കളിക്കുന്നവരായ ഏതേ ഇവർ കുത്രത്യ എവിടെ നിന്ന് വന്നവരാണ്. അപ്പം ഞാൻ മറച്ചു വെച്ച കുട്ടികൾ അവിടെ തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ ദാ വിഷ്ണുവിനോടൊപ്പം ഇവരൊക്കെ കളിക്കുന്നു. ഇവരെവിടെ നിന്ന് വന്നവരാണ്? ബ്രഹ്മാവ് ആലോചിക്കുകയാണ്. ഇതയേതേത്ര കുത്രത്യ മന്മായാ മോഹിതേതരേ താവന്ത ഏവ തത്രാബ്ദം ക്രീഡന്തോ വിഷ്ണുനാ സമം. ശ്ലോകം 43. ഏവമേതേഷു ഭേദേഷു ചിരം ധ്യാത്വാ സ ആത്മഭൂഃ സത്യാകേ കദരേ നേതി ജ്ഞാതും നേഷ്ടേ കഥഞ്ജനാം. ഏവം ഏതേഷു ഭേദേഷു ചിരം ധ്യാത്വാ സ ആത്മഭൂഃ സത്യാഹ കേ കദരേ ന ഇതി ജ്ഞാതും ന ഇഷ്ടേ കഥഞ്ജന. ഏവം ഇപ്രകാരം ഏതേഷു ഭേദേഷു ഈ ഭേദങ്ങളിൽ സഹ ആത്മഭൂ ആ ബ്രഹ്മാവ്, അതായത് ഇങ്ങനെ ഭേദപ്പെട്ട് കാണുന്നവർ, അവിടെ ഞാൻ മറച്ചു വെച്ചത് അവിടെ കിടക്കുന്നു, ഇവിടെ വേറെ കുറെ പേര് കാണുന്നു, ഇങ്ങനെ കാണുന്നവർ സഹ ആത്മഭൂ ആ ബ്രഹ്മാവ് ചിരം അധിക സമയം ധാത്വ ധ്യാനിച്ചിട്ടും സത്യ വാസ്തവത്തിലുള്ളവർ കേ ഏവർ കതരേ ന ഏവർ അല്ല. അപ്പൊ വാസ്തവത്തിലുള്ളവരാരാണ്? ഇവരാണോ ഞാൻ മറച്ചു വെച്ചവരാണോ ഇതി എന്ന് ജ്ഞാതും അറിയാനായിക്കൊണ്ട് കഥഞ്ജന പ്രയാസപ്പെട്ടിട്ടും ന ഈഷ്ടേ ശക്തനായില്ല. ബ്രഹ്മാവിന് മനസ്സിലായില്ല, ഞാൻ മറച്ചു വെച്ചവരവിടെ കിടക്കുന്നു, പിന്നെ ഇവരേതാണ്? ബ്രഹ്മാവിന് ഇവരാരാണെന്ന് മനസ്സിലായില്ല.
അപ്പോൾ ഭഗവാൻ എന്താണ് ഇവിടെ? ഭഗവാൻ ആ ബ്രഹ്മാവിനെ പരീക്ഷിക്കുകയാണ്. അതായത് ബ്രഹ്മാവിന് അഹങ്കാരമുണ്ടായിരുന്നു. അഹങ്കാരത്തെ നശിപ്പിച്ച് അവരുടെ അന്ധകരണം, ബ്രഹ്മാവിന്റെ അന്ധകരണം ശുദ്ധമായി തീർക്കാൻ കരുണാനിധിയായ ഭഗവാൻ എന്ത് ചെയ്യും? അവരുടെ നേരെ മായാശക്തി പ്രയോഗിക്കും. അത്രമാത്രം പറഞ്ഞാൽ മതി. അപ്പം ഭഗവാൻ പ്രയോഗിച്ച മായ തന്നെയാണ് ഇത്. ഏവമേതേഷു ഭേദേഷു ചിരം ധ്യാത്വാ ച ആത്മഭൂ സത്യാകേ കതരേ നേതി ജ്ഞാതും നേഷ്ടേ കഥഞ്ജന. ശ്ലോകം 44. ഏവം സമ്മോഹയൻ വിഷ്ണും വിമോഹം വിശ്വമോഹനം സ്വയൈവ മായയാ അജോപി സ്വയമേവ വിമോഹിതഃ. ഏവം സമ്മോഹയൻ വിഷ്ണും വിമോഹം വിശ്വമോഹനം സ്വയാ ഏവ മായയാ അജഃ അപി സ്വയം ഏവ വിമോഹിതഃ. ഏവം ഇപ്രകാരം വിമോഹം, വിഗതമായ മോഹത്തോടു കൂടിയവനും വിശ്വമോഹനം, ലോകത്തെ മോഹിപ്പിക്കുന്നവനുമായ വിഷ്ണുവിനെ സമ്മോഹയൻ, ഏറ്റവും മോഹിപ്പിക്കാൻ പ്രവർത്തിച്ച അജഹ ബ്രഹ്മാവും. അപ്പം വിഷ്ണു എന്ത് ചെയ്യും? അല്ലെങ്കിൽ കൃഷ്ണൻ ഇനി അത്ഭുതം കാണിക്കട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് മറച്ചാണ്. അപ്പൊ വിഷ്ണുവിനെ മോഹിപ്പിക്കാൻ പ്രവർത്തിച്ച അജഹ ബ്രഹ്മാവും സ്വയാ മായയായേവ, സ്വന്തം മായയാൽ തന്നെ, സ്വയമേവ താൻ തന്നെ വിമോഹിത, ഏറ്റവും മോഹിക്കപ്പെട്ടവനായി. അപ്പോ വിഷ്ണുവിനെ മോഹിപ്പിക്കാൻ പ്രയോഗിച്ച മായ ബ്രഹ്മാവിനെ തന്നെ മോഹിപ്പിച്ചു. ബ്രഹ്മാവ് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ബ്രഹ്മാവ് ആ ഭഗവാനെ ധ്യാനിക്കുകയാണ്. ഭഗവാൻ ഇങ്ങനെ ഉള്ളവരെ പരീക്ഷിക്കും. അങ്ങനെ ഭഗവാൻ കൊടുത്ത പരീക്ഷണം തന്നെയാണ് ഇത്. ഏവം സമ്മോഹയൻ വിഷ്ണും വിമോഹം വിശ്വമോഹനം സ്വയൈവ മായയാജോപി സ്വയമേവ വിമോഹിതഃ. ശ്ലോകം 45. തമ്യാം തമോവത്നൈഹാരം ഖദ്യോതാർച്ചിറിവാഹനി മഹദീതര മായൈഷ്യം നിഹന്ത്യാത്മനി യുഞ്ചതഃ. തമ്യാം തമോവത് നൈഹാരം ഖദ്യോത അർച്ചിഹി ഇവ അഹനി മഹതി ഇതര മായ ഐഷ്യം നിഹന്ത്യ ആത്മനി. നിഹന്തി ആത്മനി, അതാണ് നിഹന്തി ആത്മനി ഇഞ്ചതഃ. തമ്യാം ഇരുട്ടിൽ നൈഹാരം മഞ്ഞ്, നൈഹാരത്തെ മഞ്ഞിൽ നിന്ന് ഉണ്ടാകുന്ന തമോവത് തമസ് പോലെയും, അതായത് രാത്രിയിൽ ധാരാളം മഞ്ഞും കൂട്ടത്തിൽ നിന്ന് പുക പോലെ വരും. അപ്പോൾ ഇരുട്ടാണ്. അപ്പോൾ രാത്രിയുടെ വെട്ടത്തിൽ ഈ ഇരുട്ട് ഒന്നുമല്ല. അപ്പോൾ ജനങ്ങളുടെ ദൃഷ്ടി മറയ്ക്കുന്നതിന് രാത്രിയിലുള്ള ഇരുട്ട് തന്നെ ശക്തിയുണ്ട്. അപ്പം പിന്നെ മഞ്ഞ് നിമിത്തമുള്ള ഇരുട്ട് ആരും അതിനെ ശ്രദ്ധിക്കാറില്ല. പിന്നെ മഞ്ഞ് എന്ത് ചെയ്യും? സ്വയമേവ ഘനീഭൂതമായി ഭൂമിയിൽ പതിച്ച് നശിക്കും. അതുപോലെ വേറൊരു ഉദാഹരണം, കദ്യോദിത അർച്ചിഹി ഇവ അഹനി പകൽ വെളിച്ചത്തിൽ ഖദ്യോദിതാർച്ചിഹി, ഖദ്യോദിത എന്ന് വെച്ചാൽ ഖദ്യോത മിന്നാമിനുങ്ങളുടെ അർച്ചിഹി കാന്തി പോലെ. പകൽ വെളിച്ചത്തിൽ മിന്നാമിനുങ്ങ് മിനുങ്ങിയാൽ ആ സൂര്യപ്രകാശത്തിൽ മിന്നാമിനുങ്ങിന്റെ വെളിച്ചം ആരെങ്കിലും കാണുമോ? എന്നാൽ രാത്രി ഇരുട്ടത്താണെങ്കിൽ മിന്നാമിനുങ്ങിന്റെ ചെറിയ പ്രകാശം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പകൽ സൂര്യന്റെ വെളിച്ചത്തിൽ മിന്നാമിനുങ്ങിന്റെ വെളിച്ചം ഒന്നുമല്ല. അതുപോലെയാണ് മഹാനിൽ യുഞ്ചത, ഉപയോഗിച്ചവന്റെ ഇതരമായ നീചമായ ആത്മാവിലുള്ള ഐശ്യം ശക്തിയെ നിഹന്തി ഹനിക്കുന്നു. അപ്പൊ ഇതുപോലെയാണ്, അതായത് ഇരുട്ടിൽ മഞ്ഞിൽ നിന്നും വരുന്ന ആ പുക അല്ലെങ്കിൽ ഇരുട്ട് ഒന്നുമല്ലാത്തതുപോലെ, അതുപോലെ സൂര്യന്റെ പ്രകാശത്തിൽ
കദ്യോതം മിന്നാമിനിങ്ങിന്റെ വെളിച്ചമൊന്നും അല്ലാത്തതുപോലെയാണ് മഹാപുരുഷനിൽ പ്രയോഗിക്കുന്ന നിസാര ശക്തി. സച്ചിദാനന്ദ സ്വരൂപനായ മഹാശക്തിമാനായ എങ്ങും വിളങ്ങി നിൽക്കുന്ന ആ ഭഗവാനിലാണ് ഈ നിസാര ശക്തി ബ്രഹ്മാവ് പ്രയോഗിച്ചത്. അപ്പോൾ എന്തു ചെയ്യും? ആ ബ്രഹ്മാവിൻ്റെ ശക്തി തന്നെ അവിടെ നശിക്കും. അതിനാൽ സ്വാമിയായ കൃഷ്ണനിൽ പ്രയോഗിച്ച മായ ബ്രഹ്മാവിനെ തന്നെ മോഹിപ്പിച്ചു. തമ്യാം തമോവന്നൈകാരം കദ്യോദിതാർച്ചരിവാഹനി മഹതീതരമായ ഐശ്യം നികന്ധ്യാത്മനി യുഞ്ചതാം. ഐശ്യ എന്ന് പറഞ്ഞ ശക്തി എന്നാണ്. ശ്ലോകം 46. താവത് സർവേ വത്സബാല പശ്യതോജസ്യ തക്ഷണാൻ വ്യദൃശ്യന്ത ഘനശ്യാമ പീതകൗശേയ വാസസഃ. താവത് സർവേ വത്സബാലാഃ പശ്യതഃ അജസ്യ തക്ഷണാത് വ്യദൃശ്യന്ത ഘനശ്യാമാഃ പീതകൗശേയ വാസസഃ. താവത് അപ്പോൾ ബ്രഹ്മാവ് അങ്ങനെ ചിന്തിച്ച് ആകെ പ്രയാസം അനുഭവിച്ചപ്പോൾ ഭഗവാന് ആ കരുണ തോന്നി. ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ സ്വന്തം രൂപം ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തു. അതാണിതിൽ പറഞ്ഞിരിക്കുന്നത്. താവത് അപ്പോൾ വത്സപാല പശുക്കുട്ടികളും പശുപാല എന്ന് വെച്ചാൽ പശുക്കുട്ടികളും ഗോപക്കുട്ടികളും സർവേ സകലരും അജസ്യ ബ്രഹ്മാവ് പശ്യത നോക്കി നിൽക്കേ തന്നെ തക്ഷണാ താമസം കൂടാതെ ഘനശ്യാമ മേഘം പോലെ ശ്യാമനിറമുള്ളവരും പീത കൗശേയ വാസസ മഞ്ഞപ്പെട്ട് ധരിച്ചവരുമായിട്ട് വ്യദൃശ്യന്ത കാണപ്പെട്ടു. അപ്പോ ബ്രഹ്മാവ് ആകെ മോഹിച്ച് ആകെ വിഷമിച്ചപ്പോൾ ഭഗവാന് കരുണ തോന്നി. ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ രൂപം കാട്ടിക്കൊടുത്തു. ബ്രഹ്മാവ് നോക്കുമ്പോൾ ഗോപക്കുട്ടികളും പശുക്കുട്ടികളും എല്ലാം ഭഗവാന്റെ സ്വരൂപമായിട്ടിരിക്കുകയാണ്. മഞ്ഞപ്പെട്ടുടുത്ത് ഘനശ്യാമ നിറമായിട്ട് അവരെങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവിന് കാര്യം മനസ്സിലായി. അപ്പോൾ എല്ലാവരിലും അപ്പോൾ ഗോപന്മാരെല്ലാം അവരുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വടികൾ, ഉറികൾ, ഓടക്കുഴലുകൾ മുതലായവ എന്തെല്ലാം ആ സംഘത്തിലുണ്ടോ അവയെല്ലാം മേഘം പോലെ ശ്യാമള നിറമായി മഞ്ഞപ്പെട്ട് ധരിച്ചവരായി കാണപ്പെട്ടു. താവത് സർവേ വത്സബാല പശ്യതോജസ്യ തക്ഷണ വ്യദൃശ്യന്ത ഘനശ്യാമ പീതകൗശേയ വാസസ. ശ്ലോകം 47. ചതുർഭുജാ ശംഖചക്ര ഗദാരാജീവ പാണയഃ കിരീടിന കുണ്ടലിനോ കാരിണോ വനമാലിന. ചതുർഭുജാഃ ശംഖചക്ര ഗദാ രാജീവ പാണയഃ കിരീടിനഃ കുണ്ടലിനഃ ഹാരിണഃ വനമാലിനഃ. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ പശുക്കുട്ടികളും ഗോപന്മാരും കാണപ്പെട്ടു. എങ്ങനെ? ചതുർഭുജ 4 കൈകളോടുകൂടി ശംഖ ചക്ര ഗദ രാജീവ പാണയ താമര മുതലായവ കയ്യിൽ ധരിച്ച് കിരീടങ്ങളോടും കുണ്ടലങ്ങളോടും ഹാരിണഹ ഹാരങ്ങളോടും വനമാലകളോടും കൂടിയവരായി എല്ലാവരും കാണപ്പെട്ടു. അപ്പോൾ അവിടെ പശുക്കുട്ടികളും ഗോപൻകുട്ടികളും എല്ലാവരും ഭഗവാനെ പോലെ 4 കൈകളും വനമാലയും കിരീടവും ശംഖചക്ര ഗദാധാരികളായി കാണപ്പെട്ടു. ചതുർഭുജ ശംഖചക്ര ഗദാരാജീവ പാണയ കിരീടിന കുണ്ടലിനോ ഹാരിണോ വനമാലിനഃ. ശ്ലോകം 48. ശ്രീവത്സാംഗത ദോരത്ന കമ്പു കങ്കണ പാണയഃ നൂപുരൈ കടകൈർഭാത കടിസൂത്രാങ്കുലീയകൈഃ. ശ്രീവത്സ അംഗത ദോ രത്ന കമ്പു കങ്കണ പാണയഃ നൂപുരൈഃ കടകൈഃ ഭാതാഃ കടിസൂത്ര അങ്കുലീയകൈഃ. അപ്പോൾ ഭഗവാൻ എന്തൊക്കെ ധരിക്കുന്നു അതുപോലെ എല്ലാം ഈ പശുക്കുട്ടികളിലും അതുപോലെ തന്നെ ഗോപന്മാരും കാണപ്പെട്ടു. എന്ന് വെച്ചാൽ അനന്തമായിട്ടുള്ള ഭഗവാനെ തന്നെയാണ് ദർശിച്ചത്. സർവം വിഷ്ണുമയം.
അതൊന്നു കാണുന്നതു നാരായണ ഏതൊക്കെ കണ്ടോ അതെല്ലാം നാരായണനായിട്ട് തന്നെ കണ്ടു. അപ്പൊ ഭഗവാന്റെ ശ്രീവത്സം, പിന്നെ അങ്കദം തോൾവള, പിന്നെ പാണികൾ കൈകളിലോ ശംഖ് പോലെ 3 വരകളോടുകൂടിയ വളകള്, നൂപുരം കാൽച്ചിലമ്പ്, കടകം തോൾവളയും താഴോട്ടുള്ള വള, പിന്നെ കടിസൂത്ര അങ്കുലീയകൈ. കടിസൂത്ര അരഞ്ഞാണ്, പിന്നെ അങ്കുലീയകൈ എന്ന് വെച്ചാൽ വിരലിലുള്ള മോതിരം. ഇവ കൊണ്ട് ബാധ ശോഭിക്കപ്പെട്ടവരായിരുന്നു. അപ്പോൾ എല്ലാ പേർക്കും ശ്രീവത്സം എന്നുള്ള മറവുണ്ട്, തോൾവളകളുണ്ട്, ശംഖിന് ഉള്ളതുപോലെ 3 വരകളുള്ള കൈവളകൾ, പിന്നെ പാദങ്ങൾ ചിലമ്പുകൾ, കൈകൾ കടകങ്ങൾ, അരയിൽ അരഞ്ഞാണുകൾ, വിരലുകൾ മോതിരങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ആഭരണങ്ങളും എല്ലാവരും ഒരുപോലെ ഭഗവാൻ എങ്ങനെയാണോ വിഷ്ണുവിൻ്റെ ആ രൂപത്തിൽ തന്നെ എല്ലാവരും വിഷ്ണു രൂപികളായി കാണപ്പെട്ടു. സർവം വിഷ്ണുമയം ജഗത്. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു, വിഷ്ണു ആകാശമുച്യതേ, എല്ലായിടത്തും വിഷ്ണുമയം തന്നെയാണ്. ശ്രീവത്സാംഗതോ രത്ന കമ്പു കങ്കണ പാണയക നൂപുരൈ കടകൈർപാദ കടിസൂത്രാങ്കുലീയകൈ. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.